ഇന്ന് ഞായറാഴ്ച, സമയം പുലർച്ചെ 5 മണി കേട്ടോ. ഞാനൊന്ന് അമ്മേൻ്റെ പീടിയ വരെ പോകാനേ, അമ്മേനെ കുറച്ച് സഹായിച്ചു കൊടുക്കേ. എന്നെ അറിയുന്നോലിക്കറിയാം, അച്ഛനും അമ്മക്കൊരു ഹോട്ടലുണ്ട് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെ. ആടത്തേക്കാണേ ഞാൻ ഈ പുലർച്ചെ എണീച്ച് പോയേ. എന്താ പരിപാടി നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഞാൻ പൊറോട്ട അടിക്കാൻ പോവാ ഗൈസ്. പൊറോട്ട ഒരു 5-6 വർഷം മുന്നേ അമ്മക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 മാസം വീട്ടിൽ റെസ്റ്റ് ആയിനെ. ആ സമയത്താണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുന്നെല്ലാം പഠിച്ചത്. അമ്മക്ക് ഏകദേശം ഓപ്പറേഷത്തിൻ്റെ ഡേറ്റൊക്കെ കിട്ടിയ സമയത്തെ എനിക്ക് അമ്മ ട്രയൽ പോലെ പഠിപ്പിച്ചു തന്നിനു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ തുറക്കണമല്ലോ. പുറത്തുനിന്ന് ഒരാളെ വെച്ച് തുറക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാനും അച്ഛനൊക്കെ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ അമ്മ റെസ്റ്റ് കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ തന്നെയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന പീടികയിൽ. അതുകൊണ്ട് എന്തായി, എനിക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കെല്ലാം നമുക്ക് സുഖമില്ലാണ്ടാകുന്നവരെല്ലാം പോയി ചെയ്തു കൊടുക്കേ. അങ്ങനെ ഇന്ന് നമുക്ക് കൈവേദന എന്ന് പറഞ്ഞിട്ടൊന്ന് പോയി ചെയ്തു കൊടുത്തതായത്. പിന്നെ എന്തും പഠിച്ചേക്കുന്നത് നല്ലതല്ലേ, നമുക്ക് ഒരു പണിയില്ലെങ്കിൽ ഒരു പണിയെടുത്ത് ജീവിക്കാമല്ലോ. ഞാൻ തമാശക്കെങ്കിലും പറയലുണ്ട് കേട്ടോ, വേറെ ഒരു വരുമാനം ഇല്ലെങ്കിലും പൊറോട്ട അടിച്ചു കൊടുത്തെങ്കിലും ഞാൻ ജീവിക്കുന്നു. ഓരോ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് അല്ലേ. നമ്മളാരും പിടിച്ചു പറിക്കാനോ പറ്റിക്കാനോ ഒന്നും പോകാണ്ടെന്നാൽ മാത്രം മതി. കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. നമ്മൾ പഠിച്ച പണി ഒരിക്കലും മറന്നുപോല എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. കണ്ടോ, ഞാൻ എത്രയോ മാസമായി ഒന്ന് പൊറോട്ട അടിച്ചിട്ട്. പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പീടികയിൽ വന്നിട്ട് അടിച്ചു കൊടുക്കും. എന്നിട്ടും കണ്ട കറക്റ്റ് കിട്ടുന്ന കണ്ട, വീശിയിട്ടൊക്കെ കറക്റ്റ് വരുന്നുണ്ടേ. അങ്ങനെ പൊടിയെല്ലാം കുഴച്ച് സെറ്റാക്കി ബോൾ പിടിച്ച് അത് അടിച്ച് ചുരുട്ടി വെച്ച് എല്ലാം കൂടി 5 മണിക്ക് പോയാൽ ഞാനൊരു 6-6:15 എല്ലാം സെറ്റായിട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്ന വെച്ച് ബാക്കിയെല്ലാം ഏകദേശം എനിക്കറിയാം കേട്ടോ. അച്ഛനും അമ്മയും പണ്ട് ഉത്സവ സ്ഥലങ്ങളിലെ ആടെ കച്ചവടം കൊണ്ട് പോക്കാനേ. അതിന് ശേഷമാണ് ഈ ഒരു ഹോട്ടലായിട്ട് മാറിയത്. വീട്ടിൽ നിന്ന് പണ്ട് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണ്ടേ ഉത്സവ സ്ഥലത്തേക്കല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടു, അല്ലെങ്കിൽ അതിൽ സഹായിച്ചൊക്കെ കേട്ടോ വളർന്നു വന്നേ. അതൊക്കെ ഒരു കാലം കേട്ടോ. നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ കച്ചവടം ചെയ്യുന്നല്ലാണ്ട് ദൂരം പോയി പോക്കൊക്കെ നിർത്തിയ പോലൊരു ഹോട്ടൽ മാത്രമായിട്ട് ഇന്ന് ചുരുങ്ങി കേട്ടോ രണ്ടാളും. അങ്ങനെ അടിച്ചിട്ടെല്ലാ പൊറോട്ടയും ചുട്ട് കൊടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. നമ്മളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.